നമസ്കാരം. മുന്നിൽ നിന്ന് നയിച്ച മുതിർന്ന നേതാക്കളുടെ ധാർഷ്ട്യവും അഹങ്കാരവുമാണ് തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് കനത്ത തിരിച്ചടിയായതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ രൂക്ഷ വിമർശനം. പ്രമുഖ നേതാക്കളുടെ വ്യക്തിഗത ശൈലി പാർട്ടിയുടെ പൊതു സ്വഭാവമായി വ്യാഖ്യാനിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ദീർഘകാലമായി അധികാരത്തിന് പുറത്തു നിൽക്കുന്ന ബംഗാളിൽ പോലും നേതാക്കളുടെ ധാർഷ്ട്യത്തിന് കുറവില്ലായിരുന്നു. ഇത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ല എന്നും പരമ്പരാഗതമായി കൂടെ നിന്ന് ജനവിഭാഗങ്ങളെയും അണികളെയും അകറ്റാൻ മാത്രമേ ഇത്തരം പെരുമാറ്റങ്ങൾ ഉപകരിച്ചുള്ളൂവെന്നും യോഗം വിലയിരുത്തി. തെരഞ്ഞെടുപ്പ് തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ ചേർന്ന പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ രണ്ടാം ദിനത്തിലാണ് പാർട്ടി പ്രവർത്തനത്തിൽ വരുത്തേണ്ട കാതലായ മാറ്റങ്ങളെക്കുറിച്ച് രൂക്ഷമായ ചർച്ചകൾ നടന്നത്. നേതൃത്വത്തിന്റെ ശൈലിയാണ് പിഴച്ചതെന്നും അത് തിരുത്താതെ മുന്നോട്ടു പോകാൻ കഴിയില്ല എന്നുമുള്ള പൊതുവികാരം യോഗത്തിൽ ഉണർന്നു. വെറുമൊരു സാധാരണ തിരുത്തൽ രേഖ കൊണ്ട് കാര്യമില്ലെന്നും സംഘടനയുടെ പ്രവർത്തന രീതിയിൽ ആഴത്തിലുള്ള പൊളിച്ചെഴുത്ത് വേണമെന്നും മുതിർന്ന നേതാക്കൾ അഭിപ്രായപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ കനത്ത തോൽവിയുടെയും വോട്ട് ചോർച്ചയുടെയും പ്രധാന ഉത്തരവാദിത്തം സംസ്ഥാന നേതൃത്വത്തിനാണെന്ന വികാരം യോഗത്തിൽ പ്രകടമായിരുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്നിവരുടെ നയങ്ങളോടും ശൈലിയോടും കേന്ദ്ര നേതാക്കളിൽ പലരും അതൃപ്തിയും പ്രകടിപ്പിച്ചു. സ്ഥാനാർത്ഥി നിർണയ വേളയിൽ താഴെത്തട്ടിൽ നിന്നും ഉയർന്ന ന്യായമായ പരാതികളെപ്പോലും പരിഹാസത്തോടെയാണ് നേതൃത്വം കണ്ടതെന്ന വിമർശനവും യോഗത്തിൽ ശക്തമായി. തോൽവിക്ക് ശേഷവും ആഴത്തിലുള്ള സ്വയം വിമർശനത്തിന് തയ്യാറാകാതെ അനാവശ്യ വിവാദങ്ങളിലേക്ക് പാർട്ടിയെ വലിച്ചിഴയ്ക്കുന്നതിൽ കേന്ദ്ര നേതൃത്വത്തിന് കടുത്ത അമർഷമുണ്ട്. പാർട്ടിയുടെ ഉറച്ച കോട്ടകളായ തളിപ്പറമ്പിലും പയ്യന്നൂരിലും പോലും അപ്രതീക്ഷിത തിരിച്ചടിയുണ്ടായത് കണ്ണൂരിലെ നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണെന്ന് യോഗത്തിൽ കുറ്റപ്പെടുത്തലുണ്ടായി. ജനങ്ങളുമായും അണികളുമായും ബന്ധമില്ലാത്ത അടഞ്ഞ സംവിധാനമായി പാർട്ടി മാറരുതെന്നും എല്ലാവരിലേക്കും ഇറങ്ങിച്ചെല്ലാൻ കഴിയണമെന്നും കേന്ദ്ര കമ്മിറ്റി ഓർമ്മിപ്പിച്ചു. അതേസമയം തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയുണ്ടായെങ്കിലും തൽക്കാലം പിണറായി വിജയനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തു നിന്നും മാറ്റേണ്ടതില്ല എന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം. കനത്ത തോൽവിക്ക് പിന്നാലെ ധൃതി പിടിച്ചൊരു നേതൃമാറ്റം സംഘടനയ്ക്ക് കൂടുതൽ ദോഷം ചെയ്യും. ഭാവിയിൽ പിണറായിയെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമായിരിക്കും നേതൃതലത്തിലെ മാറ്റങ്ങളെക്കുറിച്ച് പാർട്ടി ആലോചിക്കുക. എന്നാൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പിണറായി വിജയൻ മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും പുലർത്തുന്ന രോഷാകുലമായ ശൈലി മാറ്റണമെന്ന കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിന് ഒരേ അഭിപ്രായമാണ്. ഡൽഹിയിലെ യോഗത്തിനിടയിലും മാധ്യമപ്രവർത്തകരോട് പിണറായി നടത്തിയ രൂക്ഷമായ പ്രതികരണങ്ങൾ പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് വീണ്ടും മങ്ങലേൽപ്പിച്ചു. പ്രതിപക്ഷത്ത് നിൽക്കുമ്പോൾ മാധ്യമങ്ങളെയും ജനങ്ങളെയും ശത്രുപക്ഷത്ത് നിർത്തുന്നത് ഭരണപക്ഷത്തിന് മാത്രമേ ഗുണം ചെയ്യൂവെന്നും കേന്ദ്ര നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പരസ്യ പ്രസ്താവനകളും കേന്ദ്ര നേതൃത്വത്തിന്റെ കടുത്ത നിരീക്ഷണത്തിലാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലും അതിനുശേഷവും അദ്ദേഹം നടത്തിയ പല അപക്വമായ പ്രസ്താവനകളും വോട്ടർമാരെ അകറ്റാൻ കാരണമായെന്നാണ് വിലയിരുത്തൽ. വരുന്ന ദിവസങ്ങളിൽ ഗോവിന്ദന്റെ വാക്കും പ്രവൃത്തിയും കൃത്യമായി വിലയിരുത്താനാണ് ഡൽഹിയുടെ നീക്കം. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ യഥാർത്ഥ കാരണങ്ങൾ വിശദീകരിക്കാനാകാതെ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ കേന്ദ്ര കമ്മിറ്റിയിൽ പ്രതിരോധത്തിലായ അവസ്ഥയിലാണ്. വിജ്ഞാപിത വിഷയങ്ങളിൽ നിന്നും മാറി സ്വന്തം ശൈലി ന്യായീകരിക്കാൻ സംസ്ഥാന നേതൃത്വം ശ്രമിച്ചെങ്കിലും കേന്ദ്ര നേതാക്കൾ അത് തള്ളി. വരുന്ന മാസങ്ങളിൽ സംസ്ഥാന കമ്മിറ്റി വിളിച്ച തോൽവിയെക്കുറിച്ച് കൃത്യമായ പുനഃപരിശോധന നടത്താൻ കേന്ദ്ര നേതൃത്വം കടുപ്പത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.